ഹായ് ഗൈസ്, വെൽക്കം ടു മൈ ട്യൂട്ടോറിയൽ. ഇന്നത്തെ ട്യൂട്ടോറിയലിൽ ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ ടീച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൈക്രോസോഫ്റ്റ് വിൻഡോസ് വെർഷനുകളിൽ എങ്ങനെയാണ് ലിബ്രെ ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിനുശേഷം എങ്ങനെയാണ് ലിബ്രെ ഓഫീസ് ഉപയോഗിക്കുക എന്നതിനെക്കുറിച്ചാണ്. നമ്മൾക്കറിയാം, മൈക്രോസോഫ്റ്റ് വെർഷനുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന വേർഡ് ടൈപ്പിംഗ് അല്ലെങ്കിൽ പവർ പോയിൻ്റ് ക്രിയേഷൻ സോഫ്റ്റ്വെയർസാണ് മൈക്രോസോഫ്റ്റ് വേർഡ്. അതിൻ്റെ ഒരു അൾട്ടർനേറ്റീവ് രൂപം എന്ന രീതിയിലാണ് നമ്മൾ ഇവിടെ ലിബ്രെ ഓഫീസ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ലിബ്രെ ഓഫീസ് സാധാരണ ഉപയോഗിക്കുന്നത് ലിനക്സ് വെർഷനുകളാണ്. അതിൻ്റെ വിൻഡോസ് വെർഷൻ കൂടെ പുറത്തിറക്കിയിട്ടുണ്ട്. അതാണ് ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു തരുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ ഫ്രീ വെർഷനാണ്. നമ്മളത് ഗൂഗിളിൻ്റെ സൈറ്റിൽ പോയിട്ട് ഡൗൺലോഡ് ലിബ്രെ ഓഫീസ് എന്ന് ടൈപ്പ് ചെയ്യുക. സോ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഓപ്ഷൻ തന്നെ ഇതിൻ്റെ മെയിൻ വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. http://libreoffice.org എന്നാണ് സൈറ്റിൻ്റെ പേര്. നമ്മൾ ആ സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. സോ ഇതാണ് സൈറ്റ് ഡിഫോൾട്ട് മെനു. സോ ഇവിടെ മെയിൻ ഇൻസ്റ്റാളർ എന്നുള്ള ഓപ്ഷനിൽ നമ്മൾ ഇവിടെ വെർഷൻ ഡൗൺലോഡ് ചെയ്യാം. ഏത് വെർഷനാണ് നമുക്ക് ആവശ്യമായി ഡൗൺലോഡ് ചെയ്യാം. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ടോറൻറ്റ് വഴിയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെങ്കിൽ ഇവിടെ ടോറൻറ്റ് ഫയൽ വരും. ഇവിടെ ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ഓൾറെഡി ഞാൻ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നില്ല. ഇത് ക്ലോസ് ചെയ്യാണ്. സോ അതിനുശേഷം ഇതാണ് ഇവിടെ ഇതിൻ്റെ മെയിൻ സെറ്റപ്പ് ഫയൽ. സോ ഞാൻ ഡബിൾ ക്ലിക്ക് അടിച്ച് ഓപ്പൺ ചെയ്യുകയാണ്. ക്ലിക്ക് നെക്സ്റ്റ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ടാണ് ഈ ഓപ്ഷൻ വരുന്നത്. അതുകൊണ്ട് ഞാൻ മോഡിഫൈ ചെയ്യുകയാണ്. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നെക്സ്റ്റ് അടിച്ച് ഫിനിഷ് ചെയ്യാം. എല്ലാം നെക്സ്റ്റ് പോയാൽ മതി. ഇതിൽ സാധാരണ നമുക്ക് എറർ വരാനുള്ള ഓപ്ഷനൊന്നുമില്ല. അതുകൊണ്ട് നെക്സ്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്യാം. സോ ഐ ആം ക്ലോസിങ് ദിസ് വൺ. ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ടാണ് ഞാനിവിടെ ക്ലോസ് ചെയ്യുന്നത്. സോ അതിനുശേഷം ഇവിടെ ലിബ്രെ ഓഫീസിൻ്റെ ഷോർട്ട് കട്ട് വന്നിട്ടുണ്ട്, അത് ഓപ്പൺ ചെയ്യാം. സോ ഇതാണ് ഡിഫോൾട്ട് ലിബ്രെ ഓഫീസ് അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ബദലായിട്ടുള്ള സോഫ്റ്റ്വെയർ സിസ്റ്റം. ഇപ്പം നമ്മൾക്ക് എന്താണ് വേർഡ് ഫയലാണ് ടൈപ്പ് ചെയ്യേണ്ടതെങ്കിൽ മൈക്രോസോഫ്റ്റ് വൈറ്റ് ഡോക്യുമെൻ്റ് എടുക്കാം. എക്സൽ ഷീറ്റാണ് ആവശ്യമെങ്കിൽ കാൽക്കുലേറ്റർ സ്പ്രെഡ്ഷീറ്റ് എന്ന ഓപ്ഷൻ എടുക്കാം. ഇംപ്രസ് പ്രസൻറ്റേഷൻ, ഇതാണ് നമ്മുടെ പവർ പോയിൻ്റ് പ്രസൻറ്റേഷൻ്റെ ആൾട്ടർനേറ്റീവ് സോഫ്റ്റ്വെയർ. ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡാണ് ഇംപ്രസ് പ്രസൻറ്റേഷൻ, ഡ്രോയിങ്, മാത്ത് ഫോർമുല. These are the 5 main softwares included in this LibreOffice. So I am going to open writer document. മൈക്രോസോഫ്റ്റ് വെർഷൻ്റെ വിൻഡോസിൻ്റെ ആൾട്ടർനേറ്റീവ് രൂപമായ ലിബ്രെ ഓഫീസ് റൈറ്ററിൻ്റെ ഡിഫോൾട്ട് പേജാണിത്. നമുക്ക് ഏതെങ്കിലും ഫയൽ വഴി ടൈപ്പ് ചെയ്യാം. നോർമൽ വേർഡ് പോലെ തന്നെയാണ്. സാധാരണ ഒരു ചേഞ്ചസും ഇതിൻ്റെ അകത്തില്ല. നമ്മുടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. ഇനി സേവ് ചെയ്യണമെങ്കിൽ ഫയൽ, സേവ് ആസ്. ഇവിടെ ഇതിൻ്റെ ഡിഫോൾട്ട് എക്സ്റ്റൻഷൻ ODT എക്സ്റ്റൻഷനാണ്. നമ്മൾക്കതുകൊണ്ട് ഇത് വിൻഡോസ് വെർഷനുകളിൽ സപ്പോർട്ട് ആവില്ല. അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ സേവ് ആസ് ടൈപ്പ് അത് ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ പോയി നമ്മളിവിടെ ഓപ്ഷൻ ഉണ്ടാവും, മൈക്രോസോഫ്റ്റ് ഓഫീസ് 2007-13 ഓപ്ഷൻ. ഇത് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം സേവ് ബട്ടൺ ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ സേവ്. Use this one and close this one. So this is the default saved file. So അതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെ ഇംപ്രസ് പ്രസൻറ്റേഷൻ ഓപ്പൺ ചെയ്യുക. ലൈക്ക് ഇതെല്ലാം ഏകദേശം ഒരേപോലെ തന്നെയാണ്, മൈക്രോസോഫ്റ്റ് ഓഫീസ് പോലെ തന്നെയാണ്. ഒരു പ്രസൻറ്റേഷൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് റൈറ്റ് ബട്ടൺ അടിക്കുക, ന്യൂ സ്ലൈഡ്. ദീസ് ആർ സെയിം. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇവിടെ സേവ് ചെയ്യുമ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമ്മൾക്ക് എവിടെ എന്ത് ഓപ്ഷനാണ്, ഏത് ഫയൽ ഫോർമാറ്റിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത് എന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. സോ ദാറ്റ്സ് ഓൾ.